ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്രൗണീൻ്റെ റെസിപ്പിയാണ്. ഇതിൽ നമ്മൾ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ അതുപോലെ ബീറ്റർ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് മിക്സിയിൽ കറക്കിയെടുത്തിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് മുഴുവനായിട്ട് കണ്ടു നോക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഈ ഒരു ബ്രൗണി എങ്ങനെ ഉണ്ടാക്കിയെടുത്തതെന്ന് നോക്കിയാലോ. അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ്. അപ്പം ഞാനിതിൽ നിന്ന് ഒരു 100 ഗ്രാമോളം ഡാർക്ക് കോമ്പൗണ്ട് ഡിസയറിൻ്റെ ബ്രാൻഡാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡാണോ താല്പര്യം അതിനനുസരിച്ചിട്ട് എടുക്കുക. അപ്പോൾ ഇതിൽ നിന്നൊരു 100 ഗ്രാം എടുത്തിട്ട് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്നൊന്ന് മെൽട്ടായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറിയ പീസാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വെയിങ് മെഷീനൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ കപ്പിൽ മെഷർ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഞാൻ ഏകദേശം ഒന്ന് കാണിച്ചു തരാം. ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇടുമ്പോൾ ഏകദേശം ഒരു 1/4 കപ്പോളം ചോക്ലേറ്റ് ഉണ്ട്. അപ്പോൾ കപ്പിലാണ് നിങ്ങൾ മെഷർ ചെയ്യുമെങ്കിൽ 1/4 കപ്പോളം ചോക്ലേറ്റ് എടുക്കുക ഇതുപോലെ. അപ്പോൾ ചോക്ലേറ്റ് എപ്പോഴും ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് തണുപ്പൊക്കെ പോയതിന് ശേഷം യൂസ് ചെയ്യുക. അതുപോലെ ബട്ടറും നമ്മൾ അൺസാൾട്ടഡ് ബട്ടറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സാൾട്ടഡ് ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഒരു 100 ഗ്രാമിൻ്റെ ബട്ടറിൻ്റെ പാക്കറ്റിൽ നിന്ന് ഏകദേശം ഒരു 1/4 ഭാഗോളം നമ്മൾ ഈ ഒരു ബ്രൗണിക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ 1/4 ഭാഗത്തോളം ഈ ചോക്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നേരെ ഡയറക്റ്റായിട്ട് നമ്മൾ മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കാതെ കുറച്ച് അതൊന്ന് റൂം ടെമ്പറേച്ചറിൽ എത്തിയതിന് ശേഷം ചോക്ലേറ്റ് ആയിക്കോട്ടെ അതുപോലെ ബട്ടർ ആയിക്കോട്ടെ റൂം ടെമ്പറേച്ചറിൽ എത്തിയതിന് ശേഷം ഡബിൾ ബോയിൽ ചെയ്തെടുക്കുകയാണ് നല്ലത്. അല്ല നിങ്ങൾക്ക് മൈക്രോവേവിൽ വെച്ചിട്ട് അങ്ങനെ ചെയ്യാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഡബിൾ ബോയിലാണ് ചെയ്യാൻ പോകുന്നത്. അടിയിലൊരു പാത്രത്തിൽ വെള്ളം ഒന്ന് തിളക്കുമ്പോൾ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അടിയിലത്തെ പാത്രത്തിലെ വെള്ളത്തിൻ്റെ ആ ഒരു നീരാവി വെച്ചിട്ടാണ് ഇത് മെൽറ്റാകുന്നത്, കണ്ടില്ലേ. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് വരുമ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഏകദേശം ചോക്ലേറ്റ്സ് ഒക്കെ മെൽറ്റായിന്ന് കണ്ടാൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് താഴത്തെ ആ ഒരു വെള്ളത്തിൻ്റെ ചൂടിൽ തന്നെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുമ്പോൾ നല്ലപോലെ ഒന്ന് മിക്സായി കിട്ടും. അപ്പോൾ കട്ടകളൊന്നും ഒട്ടും ബാക്കിയില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. എന്നിട്ട് നമുക്കിത് കുറച്ചൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഇത് തണുത്ത് വരുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്തു വെക്കാം. എപ്പോഴും ബ്രൗണി ഉണ്ടാക്കുമ്പോൾ ഫസ്റ്റിൽ ഈ ഒരു ചോക്ലേറ്റ് മെൽട്ടാക്കുന്ന ആ ഒരു പരിപാടി ഫസ്റ്റിൽ ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ ഞാൻ ഈ ഒരു 8 ഇഞ്ചിൻ്റെ ടിന്നാണ് സ്ക്വയർ ടിന്ന് അതൊന്ന് ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പറൊക്കെ വിരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കൊക്കോ പൗഡറാണ് വേണ്ടത്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡർ, കണ്ടില്ലേ ഈ ഒരു സ്പൂണിലാണ്, മെഷറിംഗ് സ്പൂണൊന്നും യൂസ് ചെയ്തിട്ടില്ല. 2 സ്പൂണോളം കൊക്കോ പൗഡർ മെഷറിംഗ് കപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഏകദേശം ഒരു 1/4 കപ്പിൻ്റെ അടുത്തുണ്ടാവും. ബാക്കി നമുക്ക് മൈദയാണ് വേണ്ടത്. അപ്പോൾ ബാക്കി ഭാഗത്ത് മൈദ ഇട്ടിട്ട് നമുക്ക് മുഴുവനായിട്ട് 1 കപ്പാണ് വേണ്ടത്. 1 കപ്പ് അളവിൽ ഡ്രൈ ഇൻഗ്രീഡിയൻസ് വേണം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ആ ഒരു വീഡിയോ എൻ്റെ അടുത്ത് വിട്ടുപോയതാണ്. അപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കാം. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊന്നും ആവശ്യമില്ല. ഇനി നമുക്കൊരു ക്ലീൻ ആയിട്ടുള്ള മിക്സിയുടെ ജാറാണ് വേണ്ടത്. വെള്ളമൊന്നും ഇല്ലാത്ത നല്ല ക്ലീൻ ആയിട്ടുള്ള മിക്സിയുടെ ജാറാണ്. അപ്പോൾ അതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് പൊടിച്ച് വരുമ്പോഴത്തേക്ക് ഏകദേശം 1 കപ്പോളം ഉണ്ടാവും. അപ്പോൾ പൊടിച്ച പഞ്ചസാര യൂസ് ചെയ്യുകയാണെങ്കിൽ 1 കപ്പ് പഞ്ചസാര എടുക്കുക. അതിലേക്ക് ഒരു 2 മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുന്നത്. അപ്പോൾ മുട്ട എപ്പോഴും തണുപ്പൊക്കെ പോയതിന് ശേഷം യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ ഇപ്പോൾ വലിയ മുട്ടയായതുകൊണ്ടാണ് 2 എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയ മുട്ടയാണെങ്കിൽ 3 മുട്ട എടുക്കുക ഈ ഒരു മെഷർമെൻറ്റിൽ. പിന്നെ നമുക്കിതിലേക്ക് 1 സ്പൂണോളം വാനില എസൻസ് വേണം. അതുകൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മിക്സ് ഞാനൊരു വലിയൊരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ അതിന് ശേഷം നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിരുന്നല്ലോ ചോക്ലേറ്റും അതുപോലെ തന്നെ ബട്ടറും കൂടിയിട്ടുള്ളത്, ആ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അത് കുറച്ചൊന്ന് തണുത്തിട്ട് ചെറിയൊരു കട്ടകൾ പോലെ ഉണ്ടായിരുന്നു, അതൊന്ന് ഇളക്കിയപ്പോൾ ശരിയായിട്ടുണ്ട്. അപ്പോൾ ചിലർക്ക് ഡാർക്ക് കോമ്പൗണ്ട് ഒരുപാട് കയ്പ്പ് രസമെന്ന് പറയുന്നവരുണ്ട്. അങ്ങനെയുള്ളവർ നിങ്ങൾ പകുതി ഡാർക്ക് കോമ്പൗണ്ടും പകുതി മിൽക്ക് കോമ്പൗണ്ടും കൂടി എടുത്തിട്ട് മിക്സായിട്ട് ചെയ്താലും മതി. അപ്പോഴും ബ്രൗണി നല്ലൊരു ടേസ്റ്റ് തന്നെയായിരിക്കും. കളറിൽ കുറച്ചൊരു കുറവുണ്ടാവും, എന്നാലും ടേസ്റ്റ് വൈസ് നല്ല ടേസ്റ്റ് ആയിരിക്കും.
നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് ഒരുപാട് തിക്കായിട്ട് തോന്നും നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത്. സാധാരണ നമ്മൾ കേക്ക് ഒന്നും ചെയ്യുന്ന പോലെയല്ല, കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ് കിട്ടുക. എക്സ്ട്രാ നമ്മൾ ഇതിൽ ഇനി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല തിക്കായിട്ട് തന്നെയാണ് നമ്മുടെ ബാറ്റർ വേണ്ടത്. റിബൺ ഫോമിലാണ്, പക്ഷെ നല്ല തിക്കായിട്ട് ആ ഒരു രീതിയിലാണ് നമുക്ക് ബാറ്റർ വേണ്ടത്. അപ്പോൾ ഈ ഒരു മുഴുവൻ ഡ്രൈ ഇൻഗ്രീഡിയൻസും ഇതിൽ തന്നെ മിക്സായി കിട്ടും. അപ്പോൾ നിങ്ങൾ മുട്ട എടുക്കുമ്പോൾ വലിയ മുട്ടയാണെങ്കിൽ 2 അല്ലെങ്കിൽ 3 മുട്ട എടുക്കേണ്ടി വരും. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതിവിടെ ഓവണിലാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഓവൺ ഇല്ലാത്തവരാണെങ്കിൽ സാധാരണ നമ്മൾ കേക്കൊക്കെ ചെയ്യുന്നില്ലേ സ്റ്റൗ ടോപ്പിൽ, അങ്ങനെ ചെയ്തെടുക്കാം. ഉപ്പിട്ടിട്ടും അതുപോലെ മണലിട്ടിട്ടും ഒക്കെ ബേക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ സാധാരണ നിങ്ങൾ ചെയ്യാറ് കേക്കൊക്കെ ചെയ്യുമ്പോൾ ആ രീതിയിൽ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ബാറ്ററിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കണ്ടില്ലേ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ഞാൻ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്ത ഓവണിലേക്ക് 180 ഡിഗ്രിയിൽ തന്നെയാണ് ഒരു 25 മിനിറ്റോളം ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ചിലരുടെ ഓവണിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബേക്കിംഗ് ടൈമും ടെമ്പറേച്ചറൊക്കെ ചിലപ്പോൾ വ്യത്യാസം വരാം. അപ്പോൾ ഇതൊരു 25 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നടുവിൽ ഞാനൊന്ന് കുത്തി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടൂത്ത് പിക്ക് ക്ലിയർ ആണെങ്കിൽ നമുക്ക് ബേക്കായി എന്നാണ് അർത്ഥം. ഇനി ഒന്ന് തണുത്തതിന് ശേഷമാണ് ഞാൻ ഇത് ഡിമോൾഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സൈഡിലൊക്കെ ബട്ടർ പേപ്പർ ഇതുപോലെ വെച്ച് കൊടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കിത് ഇളക്കിയെടുക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ നമ്മുടെ പാനിലൊന്നും ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ട് അതിൻ്റെ ഭംഗിയൊന്നും നഷ്ടപ്പെടാതെ നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ ബട്ടർ പേപ്പർ വെക്കുന്നതായിരിക്കും നല്ലത് ബ്രൗണി ചെയ്യുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം തന്നെ കണ്ടാലറിയാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് നമ്മുടെ ബ്രൗണി. അപ്പോൾ സൈഡിലുള്ള ബട്ടർ പേപ്പറും അടിയിലുള്ളതൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നിങ്ങൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ അതുപോലെ നട്ട്സൊക്കെ ഇതിൽ ചേർത്തിട്ട് അങ്ങനെ വേണമെങ്കിലും ബേക്ക് ചെയ്തെടുക്കാം. പിന്നെ മുകൾ ഭാഗത്ത് വേണമെങ്കിൽ അങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാൻ അങ്ങനെയാണ് താല്പര്യങ്ങൾ, അങ്ങനെ ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ അടിവശത്ത് നല്ല സോഫ്റ്റും മുകളിലൊരു ചെറിയൊരു ക്രഞ്ചി ആയിട്ടുള്ള രീതിയിലാണ് ഉണ്ടാവുക. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഡയറക്റ്റ് കട്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ചെറുതായിട്ട് ഇളം ചൂടുവെള്ളത്തിലൊന്ന് കത്തി മുക്കിയതിന് ശേഷം ഒന്ന് തുടച്ചെടുത്തിട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ നെക്സ്റ്റ് ഒന്നുകൂടി കട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി അതൊന്ന് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം കട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു ബ്രൗണി ഞാനിവിടെ 9 പീസാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിത് സെയിൽ ചെയ്യുകയാണെങ്കിൽ ഒരു 50 രൂപ മുതൽ 70 രൂപ വരെ ഓരോ സ്ഥലത്ത് ഓരോ റേറ്റാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് സെയിൽ ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ മുകളിലായിട്ട് പൈപ്പിംഗ് ബാഗിൽ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നടുവിലായിട്ട് കുറച്ച് ബദാം ചെറിയതായിട്ട് ചോപ്പ് ചെയ്തത് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊക്കെയാണ്. വളരെ സിമ്പിളല്ലേ, നല്ല ഈസിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക്